ഹലോ, നമസ്കാരം. അങ്ങനെ പലവിധ കേസിലകപ്പെട്ട പേരിന്റെ പേരിലും കഥയുടെ പേരിലും ഒക്കെ ചില കേസുകളിലൊക്കെ അകപ്പെട്ട തങ്കമണി എന്ന സിനിമ കോടതി വിലക്ക് ഏർപ്പെടുത്താതിനാൽ ഇന്ന് റിലീസായിരിക്കുകയാണ്. ദിലീപിന്റെ തങ്കമണി എന്ന സിനിമ രതീഷ് രഘുനന്ദൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് RB ചൗധരിയും റാഫി മദിരയുമാണ്. ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് മനോജും സംഗീതം നിർവഹിച്ചിരിക്കുന്ന വില്യം ഫ്രാൻസിസുമാണ്. ഈ ചിത്രത്തിലെ ദിലീപിന്റെ കഥാപാത്രത്തിന്റെ പേര് ആബേൽ ജോഷുവ മാത്തൻ എന്നാണ്. എല്ലാവരും അറിയുന്ന പോലെ തന്നെ 1986 ഒക്ടോബറിൽ ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ തങ്കമണി സംഭവത്തെ തന്നെ ആസ്പദമാക്കി ഇതിനു മുമ്പ് ഇതാ സമയമായി എന്ന പേരിൽ ഒരു മലയാള ചിത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ചിത്രം അന്ന് നടന്ന സംഭവത്തോട് കൂടുതൽ നീതി പുലർത്തുന്നു എന്ന് പറയാൻ പറ്റില്ല. അതിനോട് കൂടുതൽ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് കുറെ നാടകീയ സംഭവങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് അന്ന് നടന്നതിനേക്കാൾ കുറച്ചുകൂടെ കൂടെ ഒരു സിനിമയാകുമ്പോൾ കുറച്ച് കൂട്ടിച്ചേർക്കലുകളും കുറെ എക്സാജറേഷൻസ് ഒക്കെ ആവശ്യമാണല്ലോ. അതൊക്കെ ചേർത്ത് ഉള്ള ഒരു സിനിമയെ പറ്റി മൊത്തം പറയുകയാണെങ്കിൽ കണ്ടിരിക്കാവുന്ന ഒരു സിനിമ, ഒരു ആവറേജ് സിനിമ എന്ന് പറയാം. ദിലീപിന്റെ അഭിനയത്തെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്കതായിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന്റെ സ്ഥിരമായ ശൈലികളും സ്ഥിരമായ ആക്ഷൻ രംഗങ്ങളും സംഭാഷണത്തിന്റെ ഡെലിവറിയും ഒക്കെ തന്നെ നമ്മൾ കണ്ടു പരിചയിച്ച അതേ ദിലീപിനെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. ഈ ചിത്രത്തിൽ ഒരു അർപ്പിത എന്ന പോലീസ് ഓഫീസറായിട്ട് വരുന്ന പ്രണിത സുഭാഷ് എന്ന നടി, ആ നടിയുടെ അഭിനയം ആ കഥാപാത്രത്തോട് നീതി പുലർത്തുന്നതായില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കുറെ നാടകീയതയും കുറെ ഇതൊക്കെ കണ്ടു. അത് അവരുടെ ആ പോസ്റ്ററൊക്കെ ഒരു പോലീസ് ഓഫീസറുടെ ഒരു രീതിയൊന്നും അല്ല കാണുന്നത്. എപ്പോഴും ഇങ്ങനെ പാന്റിന്റെ പോക്കറ്റിൽ കൈയൊക്കെ ഇട്ട് നിൽക്കുന്ന നിപ്പൊക്കെ ഒരു IPS ഓഫീസറുടെ ഒരു ലെവലിൽ അല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ദിലീപിന്റെ ജോഡിയായി അനിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നീത പിള്ള മനോഹരമായ അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല മ്യൂസിക് സംവിധാനം നിർവഹിച്ച വില്യം ഫ്രാൻസിസ്, നല്ല സംഗീതമാണ്. അതോടൊപ്പം തന്നെ ക്യാമറ നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല ഫ്രെയിംസ് ആണ്. ഇടുക്കിയും അതുപോലെയുള്ള കാഞ്ഞിരപ്പള്ളി, കൂട്ടിക്കൽ, ഈരാറ്റുപേട്ട ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിലുമാണ് ഇതിന്റെ ഷൂട്ടിംഗ് ഉണ്ടെന്ന്. അവിടുത്തെ മനോഹരമായ ഫ്രെയിമുകളൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട്. പിന്നെ മേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചൊക്കെ പോരായ്മകൾ, ലോജിക്കില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ ഈ ചിത്രത്തിലുണ്ട്. 1986 എന്ന് പറയുമ്പോൾ ഏകദേശം 38 വർഷം മുമ്പ് നടന്ന കഥയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചില രംഗങ്ങളിലെങ്കിലും കുറെ മേക്കപ്പിന്റെ അഭാവം, അല്ലെ കുറെ കാര്യങ്ങളുടെ അഭാവം. ഒരു രംഗത്തിലാണെങ്കിൽ ഒരു മൊബൈൽ ടവർ പോലും കാണുന്നുണ്ട് ഒരു രംഗത്തിൽ. അതൊക്കെ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ കൂടുതലാരും അങ്ങനെ നോട്ടീസ് ചെയ്യാത്ത കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ വിമർശിക്കാൻ വേണ്ടി വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ചിത്രം തുടങ്ങുന്നത് തന്നെ ഒരു വലിയ വയലൻസോടുകൂടിയാണ്, ഒരു കൊലപാതകത്തോടു കൂടിയാണ്. പ്രശസ്തനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നേതാവ്, ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകാനിരിക്കുന്ന ഒരാൾ ദാരുണമായി മൃഗീയമായി കൊല്ലപ്പെടുന്ന ഒരു രംഗത്തോടു കൂടിയാണ് പടം ആരംഭിക്കുന്നത് തന്നെ. പിന്നെ നമ്മളെ ഇങ്ങനെ ത്രില്ലിംഗ് മൂഡിൽ ഇരുത്തും. എന്താണ് ഇതിന്റെ പുറകിൽ, ആരാണ് ഇതിന്റെ പുറകിൽ, ആരാണെന്ന് നമുക്ക് ആദ്യം തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. കഥയെ പറ്റിയൊക്കെ ഏകദേശം ഒരു ഇതുള്ളത് കൊണ്ട് പിന്നെ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് പിന്നെ ഒരു ത്രില്ലിംഗ് ഓടിക്കും. പിന്നീട് വീണ്ടും 1-2 കൊലപാതകങ്ങൾ, ഒരു സീരിയൽ കില്ലറുടെ പോലെ. അപ്പൊ അതിന്റെ പിന്നിലുള്ള കഥ എന്താണെന്ന്, അതാണ് ഫ്ലാഷ് ബാക്ക്. ഈ തങ്കമണി സംഭവവുമായി ബന്ധപ്പെട്ട് അതിനെ കോർത്തിണക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു കഥയാണ് ഇത് വരുത്തിയിരിക്കുന്നത്. പക്ഷെ ഈ രാഷ്ട്രീയക്കാരനെ ആദ്യം ചെയ്യുന്ന ആ കൊലപാതകം എന്തിനു വേണ്ടിയാണെന്ന് പടം മുഴുവൻ കണ്ടിട്ടും എനിക്ക് മനസ്സിലായില്ല. അത്രയും പകയോടെ അദ്ദേഹത്തെ കൊല്ലാനുള്ള ഒരു കുറ്റവും അദ്ദേഹം ചെയ്തതായിട്ട് ആ പടത്തിൽ എവിടെയും കാണിക്കുന്നില്ല. ആകപ്പാടെ അദ്ദേഹം ഒരു ഡയലോഗ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേണമെങ്കിൽ നായകന് ഇദ്ദേഹത്തോട് വാശി തോന്നുന്ന ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ, ഒന്നും ചെയ്തതായിട്ട് കാണിക്കുന്നില്ല. പിന്നീട് ഇതിന്റെ ക്ലൈമാക്സ്, സത്യം പറയാം, എനിക്ക് ക്ലൈമാക്സ് മനസ്സിലായില്ല. നിങ്ങൾ കണ്ടിട്ട് എന്താണെന്ന് അഭിപ്രായം പറയണം ക്ലൈമാക്സിന്റെ കാര്യം. പക്ഷെ പടം കണ്ടിരിക്കാം. അത്യാവശ്യം നല്ല ഫ്രെയിം, നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ കുറെ രംഗങ്ങൾ, കുറച്ച് കുടുംബകഥയായിട്ട് അതിനോട് ഇത് പോവും. അങ്ങനെ കോമഡികളൊന്നുമില്ല. നല്ല ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് കുറെ അതിഭാഗത്തുമുള്ള ആക്ഷൻ രംഗങ്ങളാണ്, ലോജിക്കൊന്നും ഇല്ലാത്ത ആക്ഷൻ രംഗങ്ങളാണ്. അത് ഇങ്ങനത്തെ പടത്തിൽ മിക്കവാറും അങ്ങനെ തന്നെയാണല്ലോ. തീർച്ചയായും ദിലീപ് ഫാൻസിനെ സന്തോഷിപ്പിക്കാൻ പറ്റിയൊരു പടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ക്ലൈമാക്സ് കുറച്ചുകൂടി ഒന്ന് നന്നാക്കി എടുക്കാമായിരുന്നു. അല്ലെ ക്ലൈമാക്സ് മറ്റുള്ളവർക്ക് ഈസിയായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ചെന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എനിക്ക് തോന്നുന്നു. കൂടാതെ സുദേവ് നായർ റോയ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. മാളവിക മേനോൻ റാഹേൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അജ്മൽ ഒരു പോലീസ് ഓഫീസറായ
റോബിൻ. തമിഴിലെ പ്രശസ്തനായ നടൻ ജോൺ വിജയാണ് ഇതിനകത്തെ ക്രൂരനായ പോലീസ് ഓഫീസറിൽ ഒരാളെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. തമിഴിലെ ചില അതിഭാവുകത്വങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മാനറിസത്തിലും അഭിനയത്തിലും വന്നിട്ടുണ്ടെങ്കിലും ക്രൂരനായ ഒരു പോലീസ് ഓഫീസറായിട്ട് നമുക്ക് കാണാവുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമ്പത്ത് റാമും ഒരു ക്രൂരനായ പോലീസ് ഓഫീസറെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. അവരുടെ ഭാഗങ്ങളൊക്കെ അവർ വില്ലൻ എന്ന രീതിയിൽ ആ ഭാഗങ്ങളൊക്കെ അവർ നന്നായി ചെയ്തിട്ടുണ്ട്. മാണി പീറ്റർ എന്ന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മനോജ് കെ ജയനാണ്. അദ്ദേഹം മനോജ് കെ ജയനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ ഭാഗങ്ങൾ അദ്ദേഹം ഏറ്റവും നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കോട്ടയം രമേശാണ് ഇതിനകത്തെ രാഷ്ട്രീയ നേതാവായിട്ട് ആദ്യം കൊല ചെയ്യപ്പെടുന്ന നേതാവായിട്ട് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാഗവും അദ്ദേഹം നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കാണാത്ത ഒരു വേഷമാണ് അദ്ദേഹം ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അസീസ് നെടുമങ്ങാടിന്റെ നല്ലൊരു വേഷം നമുക്ക് കാണാം. നന്നായി അഭിനയിച്ചിട്ടുണ്ട് അസീസ് നെടുമങ്ങാട്. നല്ല ക്യാരക്ടർ റോളാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ അദ്ദേഹത്തെ കാണിക്കുമ്പോഴുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്മിനു ജോർജ് ഉണ്ട്. മൊത്തത്തിൽ ഈ പടം നോക്കുമ്പോൾ നമുക്ക് വലിയ ബോറടിക്കാതെ ഇരുന്ന് കണ്ടുപോകാവുന്ന ഒരു പടം ഒന്നേ ഉള്ളൂ. പുതുമകൾ എന്ന് പറയാനൊന്നുമില്ല. നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കി ആവുമ്പോൾ ആ സംഭവത്തോട് കുറെ കാര്യങ്ങളും കുറെ നാടകീയതയും കുറെ കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. തിരക്കഥയിൽ ചില പോരായ്മകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരക്കഥയിൽ ചില ഭാഗത്തൊക്കെ നമുക്ക് എന്താണ് ഇതെങ്ങനെയാണെന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. ക്ലൈമാക്സ് എങ്ങനെയാണെന്നൊന്നും ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഈ കോട്ടയം രമേശിന്റെ കഥാപാത്രത്തെ എന്തുകൊണ്ടാണ് ഇത്ര ക്രൂരമായി കൊല ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുക. അതൊക്കെ തിരക്കഥയുടെ പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ഇത് വലിയ സ്ക്രീനിൽ തന്നെ കാണേണ്ട പടമാണ്. OTT വരുന്നതിന് മുമ്പ് തിയേറ്ററിൽ കാണുന്നതായിരിക്കും നല്ലത്. കുറച്ചാൽ അതിന്റെ രംഗങ്ങളും അതുപോലെ തന്നെ ഒത്തിരി ജനങ്ങളൊക്കെ വരുന്ന രംഗങ്ങളുണ്ട് ഇതിനകത്ത്. ആ തങ്കമണിയിലെ സംഭവവും അന്നത്തെ ആ രാത്രിയിലെ പ്രശ്നങ്ങളും ഒക്കെ കാണിക്കുന്നതൊക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ആ ഭംഗി മനസ്സിലാകത്തുള്ളൂ. കൂടാതെ പിന്നെ ചില പോരായ്മകൾ, ഈ മേക്കപ്പിന്റെ കാര്യത്തിൽ കുറച്ച് പോരായ്മകൾ പറയണം. 84 നടന്ന ഒരു സംഭവത്തിന്റെ കഥാപാത്രങ്ങളെ ഈ കാലയളവിൽ കൊണ്ട് കാണിക്കുമ്പോഴും അവരുടെ തൊലിയൊന്നും ചുളിയാതെയും അവർക്ക് പ്രായത്തിന് ഒരു വലിയ മാറ്റങ്ങളൊന്നും വരാത്ത രീതിയിലൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. വെറും മുടി മാത്രം നരപ്പിച്ചാൽ മാത്രം കഥാപാത്രത്തിന്റെ പ്രായം മാറുന്നില്ല എന്ന് മേക്കപ്പ് മാൻ ഒന്ന് ഓർക്കുന്ന നന്നാവും. എങ്കിലും മാക്സിമം നീതി പുലർത്തിയിട്ടുണ്ട്. അന്നത്തെ വസ്ത്രധാരണ രീതികളും ഹെയർ സ്റ്റൈലും ഒക്കെ നന്നായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ചിത്രത്തെ പറ്റി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 10ൽ ഒരു 7.5 മാർക്ക് കൊടുക്കാം.